ഫോർ എന്ന പ്രപ്പോസിഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ ടു എന്ന പ്രപ്പോസിഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ലെസൺ ഫോർ ആൻഡ് ടു, ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സ്ട്രക്ചർ, അത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, എവിടെയെല്ലാമാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഫോർ ആൻഡ് ടു, ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന ഒരു സ്ട്രക്ചർ. ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് നിങ്ങളെ സഹായിക്കുന്നതിൽ സന്തോഷമാണ് എന്നല്ലേ. ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു. ഇതിന് പകരം വേറെ ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയേണ്ടി വരുമ്പോൾ എങ്ങനെയാണ് പറയുക? ഫോർ എക്സാമ്പിൾ, അവൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണ്. ഐ ആം ഹാപ്പി ഫോർ ഹെർ ടു ഹെൽപ്പ് യു. ഐ ആം ഹാപ്പി ഫോർ ഹെർ ടു ഹെൽപ്പ് യു. അവൾ നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് എന്നായി. അതിനർത്ഥം ഐ ആം ഹാപ്പി ദാറ്റ് ഷീ ഹെൽപ്സ് യു. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ഹാപ്പി ദാറ്റ് ഷീ ഹെൽപ്സ് യു. എനിക്കതിന് സന്തോഷമാണ്, അവൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്തിനാണ് ഐ ആം ഹാപ്പി ദാറ്റ് ഷീ ഹെൽപ്സ് യു എന്ന് പറഞ്ഞാൽ പോരെ എന്ന് തോന്നും, ഇല്ലേ? പക്ഷേ നമ്മൾ പല വെറൈറ്റി ഓഫ് സെൻറ്റൻസസിൽ ഒരു കാര്യം തന്നെ കൺവേ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ലാംഗ്വേജിനൊരു ഗ്രോത്ത് ഉണ്ടാവുക. പല സ്ട്രക്ചർ ഉപയോഗിച്ചും പല വേർഡ്സ് ഉപയോഗിച്ചുമൊക്കെ ഒരു കാര്യം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ അത് ഒരുപാട് സഹായിക്കും. പല തരത്തിൽ സംസാരിക്കാൻ പഠിക്കണം. അപ്പോൾ ഐ ആം ഹാപ്പി ഫോർ ഹെർ ടു ഹെൽപ്പ് യു, അതിൻ്റെ മീനിങ് മനസ്സിലായി. ഇനി ഇപ്പോൾ എനിക്ക് സന്തോഷമാണ് അവൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതിൽ എന്നാണെങ്കിലോ, അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായതിൽ എനിക്ക് സന്തോഷമാണ് എന്ന് പറയേണ്ടി വരുമ്പോഴോ, ഐ ആം ഹാപ്പി ഫോർ ഹെർ ടു ഹാവ് ഹെൽപ്ഡ് യു. ഐ ആം ഹാപ്പി ഫോർ ഹെർ ടു ഹാവ് ഹെൽപ്ഡ് യു. അവൾ നിങ്ങളെ സഹായിച്ചതിൽ എനിക്ക് സന്തോഷമാണ് എന്നായി. അവിടെ നമ്മൾ ടു ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു സ്ട്രക്ചർ ശ്രദ്ധിച്ചോ? ഫോർ ഹെർ ടു ഹെൽപ്പ്. അപ്പോൾ ഫോർ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത് ഒരു പ്രോനൗൺ ആണ്. പിന്നെ ടു പ്ലസ് വേർബ്, അതായത് ഇൻഫിനിറ്റീവ്. അപ്പോൾ ഫോർ പ്ലസ് നൗൺ ഓർ പ്രോനൗൺ പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ആ സ്ട്രക്ചർ. നമുക്ക് കൂടുതൽ സെൻറ്റൻസസ് വരുമ്പോൾ വളരെ ഈസി ആവും അത്. പോസിബിലിറ്റി പറയാൻ, പോസിബിലിറ്റി മീൻസ് സാധ്യത, നെസസിറ്റി ആവശ്യം, പ്ലാൻസ് ഫ്രീക്വൻസി, അതായത് എത്ര പ്രാവശ്യം എന്ന അർത്ഥത്തിൽ പറയുമ്പോഴൊക്കെ ഇതുപയോഗിക്കാം. പിന്നെ വിഷസ്, സജഷൻസ്, ഇതിനൊക്കെ അത്തരം സന്ദർഭങ്ങൾ, അത്തരം കോണ്ടെക്സ്റ്റുകളിലൊക്കെ ഇത്തരം സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർ പ്ലസ് നൗൺ പ്ലസ് ഇൻഫിനിറ്റീവ്. ഒരു എക്സാമ്പിൾ പറയട്ടെ. ഐ ആം ഈഗർ ടു സീ യു. ഐ ആം ഈഗർ, ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. എന്തിനാ? ടു സീ യു. അതൊരു സാധാരണ സെൻറ്റൻസ് ആണ്. അതേസമയം ഐ ആം ഈഗർ ഫോർ ഹെർ ടു സീ യു എന്നാണെങ്കിലോ, അവൾ നിങ്ങളെ കാണുന്നതിൽ എനിക്ക് ഈഗർനെസ് ഉണ്ട്, എനിക്കൊരു ആകാംക്ഷയിലാണ് ഞാനിരിക്കുന്നത്. അവൾ നിങ്ങളെ കാണുന്നതിൽ, ഞാൻ കാണുന്നതിലല്ല. ഐ ആം ഈഗർ ഫോർ ഹെർ ടു സീ യു. അപ്പോൾ ഫോർ കഴിഞ്ഞിട്ട് ഹെർ പ്രോനൗൺ ഉപയോഗിച്ചു, പിന്നെ ടു സീ അവിടെ ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. ഐ ആം ഈഗർ, അപ്പോൾ ഈഗർ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഒരു സ്ട്രക്ചർ എന്നത് അഡ്ജക്റ്റീവ് പ്ലസ് ഫോർ പ്ലസ് നൗൺ പ്ലസ് ഇൻഫിനിറ്റീവ്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് for her to reach there on time. It's important for her to reach there on time എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഇമ്പോർട്ടൻ്റ് എന്നതും ഒരു അഡ്ജക്റ്റീവ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫോർ ഹെർ ടു റീച്ച് ദർ ഓൺ ടൈം, അവൾ അവിടെ ഓൺ ടൈമിൽ കൃത്യസമയത്ത് തന്നെ എത്തുക എന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവൾ കൃത്യസമയത്ത് അവിടെ എത്തുക എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. It's important for her to reach there on time. It is necessary for you to get a job. It's necessary, ആവശ്യമാണ്. It is necessary means അത് ആവശ്യമാണ്. എന്ത്? For you to get a job. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക എന്നത് ആവശ്യമാണ്. അവിടെയും നെസസറി എന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അഡ്ജക്റ്റീവ് പ്ലസ് ഫോർ പ്ലസ് നൗൺ, അവിടെ യു എന്ന പ്രോനൗൺ ആണ് ഉപയോഗിച്ചത്, നൗൺ ഓർ പ്രോനൗൺ പ്ലസ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് നെസസറി എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് കോമൺ, ഇറ്റ് ഈസ് വൈറ്റൽ, ഇറ്റ് ഈസ് നോർമൽ, ഇറ്റ് ഈസ് പോയിൻറ്റ്ലെസ്, ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് റെയർ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് റൈറ്റ്.
ഇറ്റ് ഈസ് റോങ്, അങ്ങനെയൊക്കെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്തരം സെൻറ്റൻസ് ഇറ്റ് ഈസ് നോർമൽ, ഇറ്റ് ഈസ് റൈറ്റ്, ഇറ്റ് ഈസ് റോങ് എന്നൊക്കെ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പല സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. ഇനി നമുക്ക് നൗൺ പ്ലസ് ഫോർ പ്ലസ് നൗൺ പ്ലസ് ഇൻഫിനിറ്റീവ്. ഇറ്റ് ഈസ് എ ഷെയിം ഫോർ ഹെർ നോട്ട് ടു സേവ് മണി. ഇറ്റ്സ് എ ഷെയിം. ഇറ്റ്സ് എ ഷെയിം മീൻസ് അത് വളരെ ഷെയിം ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്ത്? ഇറ്റ്സ് എ ഷെയിം ഫോർ ഹെർ, അവൾ പൈസ സേവ് ചെയ്തില്ല എന്നത് ഒരു ഷെയിംഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് ഈസ് എ ഷെയിം, അവിടെ നൗണാണ്. ഇറ്റ് ഈസ് എ ഷെയിം ഫോർ ഹെർ നോട്ട് ടു സേവ് സം മണി. ഫോർ പ്ലസ് പ്രോനൗൺ പ്ലസ് ഇൻഫിനിറ്റീവ്. ഇനി ചില വാക്കുകൾ സംതിങ്, സംബഡി, സംവേർ, നത്തിങ്, നോവർ, നോബഡി, എനിത്തിങ്, എനിബഡി, എനിവേർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കഴിഞ്ഞിട്ട് ഇതുപയോഗിക്കാം. ഈ ഒരു സ്ട്രക്ചർ ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം എന്താ? ഹാവ് യു ഗോട്ട് എനിത്തിങ് ടു ഈറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയോ എന്നല്ലേ. ഇതിന് പകരം ഹാവ് യു ഗോട്ട് എനിത്തിങ് ഫോർ ഹിം ടു ഈറ്റ്, അവൻ എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾക്ക് കിട്ടിയോ എന്നായി. ഹാവ് യു ഗോട്ട് എനിത്തിങ് ഫോർ ഹിം ടു ഈറ്റ്, ഫോർ ഹിം, ഫോർ കഴിഞ്ഞിട്ട് പ്രോനൗൺ വന്നു, ടു ഈറ്റ് ഇൻഫിനിറ്റീവ്. അപ്പോൾ ഫോർ ആൻഡ് ടു ഒരു സെൻറ്റൻസ് വരുന്നത് മനസ്സിലായില്ലേ? ദർ ഈസ് നത്തിങ് ഫോർ ഹിം ടു ഈറ്റ്, ദർ ഈസ് നത്തിങ് ഫോർ ഹിം ടു ഈറ്റ്, നത്തിങ് കഴിഞ്ഞിട്ട് ഫോർ ഹിം ടു ഈറ്റ്, നത്തിങ് കഴിഞ്ഞിട്ട് ഫോർ പ്ലസ് പ്രോനൗൺ പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. അവന് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല എന്നാണ്. ദർ ഈസ് നത്തിങ് ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ ഇല്ല എന്നാണ്. ദർ ഈസ് നത്തിങ് ഫോർ ഹിം ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ അവന് ഒന്നും കഴിക്കാൻ ഇല്ല എന്നാണ്. ദർ ഈസ് നത്തിങ് ഫോർ ദം ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും കഴിക്കാൻ ഇല്ല എന്നാണ്. ദർ ഈസ് നത്തിങ് ഫോർ ദ ചിൽഡ്രൻ ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കഴിക്കാൻ ഒന്നും ഇല്ല. ഇനി വേറൊരു സെൻറ്റൻസ് ഐ മസ്റ്റ് ഫൈൻഡ് സംവേർ ടു ഹൈഡ്. ഐ മസ്റ്റ് ഫൈൻഡ് സംവേർ ടു ഹൈഡ്, എനിക്ക് ഹൈഡ് ചെയ്യാൻ, എനിക്ക് ഒളിക്കാൻ ഐ മസ്റ്റ് ഫൈൻഡ് സംവേർ, എവിടെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം, ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം എന്നാണ്. ഐ മസ്റ്റ് ഫൈൻഡ് സംവേർ ഫോർ ഹെർ ടു ഹൈഡ്, അവൾക്ക് ഒളിക്കാൻ ഒരു സ്ഥലം എനിക്ക് കണ്ടുപിടിക്കണം എന്നാണ്. ഐ മസ്റ്റ് ഫൈൻഡ് സംവേർ ഫോർ ഹെർ ടു ഹൈഡ്, എനിക്ക് കണ്ടുപിടിക്കണം, അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഫോർ ഹെർ ടു ഹൈഡ്. ഇനി ചില വേർഡ്സ് ടു, ഇനഫ് ഇങ്ങനെയുള്ള വേർഡ്സ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ ടു, ഇനഫ് ഈ വാക്കുകൾക്കൊക്കെ ശേഷം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കാം. ഫോർ പ്ലസ് നൗൺ പ്ലസ് ഇൻഫിനിറ്റീവ്. ദ ബാഗ് ഈസ് ടു ഹെവി ടു ക്യാരി. ക്യാരി ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ഹെവിയാണ് ഈ ബാഗ്. ടു ഹെവി ടു ക്യാരി. അപ്പോൾ നോക്കൂ, അതൊരു സാധാരണ സെൻറ്റൻസാണ്. അത് എനിക്ക് ക്യാരി ചെയ്യാൻ അത് ബുദ്ധിമുട്ടാണ് എന്നർത്ഥത്തിലല്ലേ പറയുന്നത്. അത് ക്യാരി ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ഹെവിയാണ്. അതേസമയം ദിസ് ബാഗ് ഈസ് ടു ഹെവി ഫോർ ഹിം ടു ക്യാരി എന്ന് പറഞ്ഞാൽ അവന് ക്യാരി ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ഹെവിയാണ് ആ ബാഗ് എന്നാണ്. ദ ബാഗ് ഈസ് ടു ഹെവി ഫോർ ദ ലേഡി ടു ക്യാരി എന്ന് പറഞ്ഞാലോ ആ ലേഡിക്ക് ക്യാരി ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്ക് ഹെവിയാണ് ആ ബാഗ് എന്നായി. അപ്പോൾ ഫോർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ പ്രോനൗണാണ്. അത് കഴിഞ്ഞിട്ട് ടു പ്ലസ് വേർബ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്. അതാണ് ആ സ്ട്രക്ചർ. ദ മിൽക്ക് ഈസ് വാം ഇനഫ് ഫോർ ദ ചൈൽഡ് ടു ഡ്രിങ്ക്. ഫോർ ദ ചൈൽഡ് ടു ഡ്രിങ്ക്. ഇനി വേറൊരു സെൻറ്റൻസ് ഹി മെയ്ഡ് ഇറ്റ് ഈസി ടു വിൻ ദ ഗെയിം. ഹി മെയ്ഡ് ഇറ്റ് ഈസി ടു വിൻ ദ ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം വിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അവൻ ഈസിയാക്കി എന്നാണ്, അവൻ എളുപ്പമാക്കി. അതിന് പകരം ഹി മെയ്ഡ് ഇറ്റ് ഈസി ഫോർ അസ് ടു വിൻ ദ ഗെയിം. ഞങ്ങൾക്ക് ഗെയിം വിൻ ചെയ്യാൻ, ജയിക്കാൻ പറ്റിയ തരത്തിൽ അവൻ ഈസിയാക്കി എന്നായി. ഫോർ അസ് എന്ന് ചേർത്തു, ഫോർ കഴിഞ്ഞിട്ട് പ്രോനൗൺ ഉപയോഗിച്ചു. അപ്പം എത്രയോ സ്ഥലങ്ങളിൽ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചു. ഫോർ പ്ലസ് നൗൺ
പ്ലസ് ഇൻഫിനിറ്റീവ്, അതല്ലെങ്കിൽ ഫോർ പ്ലസ് നൗൺ പ്ലസ് ടു പ്ലസ് വേർബ്. ഒരുപാട് കോണ്ടെക്സ്റ്റുകളിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. കൂടുതൽ സെൻറ്റൻസസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക.